ഓഗസ്റ്റ് 10 വിശുദ്ധ ലോറൻസ്, ഡീക്കൻ, രക്തസാക്ഷി. ജനനം AD 225 സ്പെയിനിൽ. മരണം 258 ഓഗസ്റ്റ് 10 റോമിൽ. ഓഗസ്റ്റ് 7 വിശുദ്ധ സിസ്റ്റേഴ്സ് രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ചാണ് നാം പരിചയപ്പെട്ടത്. അന്ന് മാർപ്പാപ്പ ആർച്ച് ഡീക്കനോടും മറ്റ് 4 പേരോടുമൊപ്പമായിരിക്കുമ്പോൾ റോമൻ പട്ടാളക്കാർ കടന്നു വരികയും സിസ്റ്റേഴ്സ് രണ്ടാമനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത് നാം വായിച്ചറിഞ്ഞു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആർച്ച് ഡീക്കനാണ് വിശുദ്ധ ലോറൻസ്. വലേറിയൻ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്ത് ജഡ്ജ്മെൻറ്റിനായി കൊണ്ടുപോകുമ്പോൾ ലോറൻസ് കരഞ്ഞുകൊണ്ട് പിന്നാലെ ചെന്ന് അഭിവാദ്യം ചെയ്തു. പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? പരിശുദ്ധനായ പുരോഹിത, അങ്ങയുടെ ഡീക്കനെ കൂടാതെ അങ്ങ് എവിടേക്ക് പോകുന്നു? അങ്ങയുടെ ശുശ്രൂഷകനെ കൂടാതെ അങ്ങ് ബലിയർപ്പിച്ചിട്ടില്ല. എന്തിലാണ് അങ്ങയെ ഞാൻ അതൃപ്തിപ്പെടുത്തിയത്? ഞാൻ കൃത്യവിലോപനായിരുന്നിട്ടുണ്ടോ? കർത്താവിൻ്റെ രക്തം കൈകാര്യം ചെയ്യുവാൻ അങ്ങ് തിരഞ്ഞെടുത്തവൻ അയോഗ്യനായിപ്പോയോ എന്ന് കാണുക. സിസ്റ്റേഴ്സ് രണ്ടാമൻ മാർപ്പാപ്പയായ ശേഷം തനിക്ക് ഏറ്റവും പരിചയമുണ്ടായിരുന്ന ലോറൻസിന് ഡീക്കൺ പട്ടം നൽകുകയുണ്ടായി. അദ്ദേഹം മാർപ്പാപ്പയുടെ ദിവ്യബലിയിൽ ശുശ്രൂഷിച്ചു പോന്നു. സഭയുടെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസ് ആയിരുന്നതുകൊണ്ട് മാർപ്പാപ്പയുടെ ആർച്ച് ഡീക്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മാർപ്പാപ്പ തിരിഞ്ഞ് ലോറൻസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മകനെ, നീ കരയേണ്ട. സഭയുടെ സ്വത്തുക്കളെല്ലാം നീ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുക. 3 ദിവസങ്ങൾക്ക് ശേഷം നീ എന്നെ അനുഗമിക്കും. മാർപ്പാപ്പ പട്ടാളക്കാരുടെ മധ്യേ നടന്നുപോയി. അന്നേ ദിവസം തന്നെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ ഗുരുവിൻ്റെ വാക്കുകളിൽ ലോറൻസ് സന്തുഷ്ടനായി. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം പാവപ്പെട്ടവർക്കും വിധവകൾക്കുമായി വീതിച്ച് നൽകി. പിന്നീട് 8 റോമൻ പ്രീഫെക്റ്റ് സഭയുടെ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണത്തിരിക്കാലുകളും മുതൽക്കൂട്ടുകളും കാണിച്ചു കൊടുക്കുവാൻ ലോറൻസിനോട് ആവശ്യപ്പെട്ടു. ദരിദ്രരെയും വിധവകളെയും നിരനിരയായി നിർത്തിയ ശേഷം പ്രീഫെക്റ്റിനെ വിളിച്ച്, ഇവരാണ് സഭയുടെ സ്വത്ത് എന്ന് പറഞ്ഞു. നീ എന്നെ പരിഹസിക്കുകയാണല്ലേ? പ്രീഫെക്റ്റ് പ്രതിവചിച്ചു, ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ കൊല്ലും. ലോറൻസിനെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ റൊമാനൂസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുമുണ്ടായിരുന്നു. ആ റോമൻ പട്ടാളക്കാരൻ പരിശുദ്ധനായ ലോറൻസിൻ്റെ സഹനത്തിൽ പ്രദർശിപ്പിച്ച ആനന്ദവും സ്ഥിരതയും കണ്ട് വികാരഭരിതനായി. അദ്ദേഹം കത്തോലിക്ക സഭയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആകൃഷ്ടനായി തീർന്ന റൊമാനൂസ് പിന്നീട് ലോറൻസിൽ നിന്ന് തന്നെ മാമോദീസ സ്വീകരിക്കുകയും ഒരു ക്രിസ്ത്യാനിയായി തീരുകയും ചെയ്തു. ആ ആനന്ദ പാരവശ്യത്താൽ അയാൾ എല്ലാവരോടും പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഉടനെ തന്നെ റോമൻ പട്ടാളക്കാർ അയാളെ അറസ്റ്റ് ചെയ്യുകയും തൻ്റെ ഗുരുവായ ലോറൻസിൻ്റെ മരണത്തിന് തൊട്ട് തലേന്നാൾ ഓഗസ്റ്റ് 9 അയാളെയും രക്തസാക്ഷിത്വത്തിലേക്ക് അയക്കുകയും ചെയ്തു. ശിരസ് ഛേദിക്കപ്പെട്ട റൊമാനൂസിൻ്റെ ഭൗതികദേഹം ആദ്യം ടൈബർ നദിയിലേക്കുള്ള പാതയിൽ സംസ്കരിക്കപ്പെട്ടു. പിന്നീട് ലൂക്കായിലേക്ക് പുണ്യാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. അവിടെ അവ പ്രധാന ബലിപീഠത്തിൻ്റെ കീഴിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതേസമയം ജയിലറയ്ക്കുള്ളിൽ ലോറൻസ് അനുഭവിച്ച പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. സിസ്റ്റേഴ്സ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ശിഷ്യനെന്ന നിലയിലും സഭയുടെ സ്വത്തുക്കൾ റോമൻ പ്രീഫെക്റ്റിന് കണ്ടെത്താനാകാത്തതിനാലും റോമൻ പട്ടാളക്കാരനായ റൊമാനൂസിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചവനെന്ന കാരണത്താലും അതികഠിനമായ പീഡനങ്ങളാണ് ലോറൻസ് ജയിലിൽ നേരിട്ടത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രമഴിച്ച് ഒരു ഇരുമ്പ് പലകയിൽ കിടത്തി. പലകയുടെ കീഴിൽ തീയിട്ടു. അഗ്നി ശരീരത്തെ എരിയിച്ചു കളഞ്ഞു. ദൈവസ്നേഹം അഗ്നിയെ അവഗണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ലോറൻസ് മരിച്ചു. റോമ മുഴുവൻ്റെയും മാനസാന്തരത്തിന് ലോറൻസ് കാരണമായി തീർന്നു. വചനം എഫേസോസ് 4:32. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. വിചിന്തനം: ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞാലേ ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ. ത്യാഗപൂർവകമായ സ്നേഹമാണ് വിശുദ്ധിയുടെ നിദാനം. ക്രിസ്തു ദരിദ്രവേഷത്തിൽ നമുക്ക് പ്രത്യക്ഷനാകുന്നു. തന്നിമിത്തം ദരിദ്രരോടുള്ള സ്നേഹം രക്ഷയുടെ അടയാളമാണ്.
ദരിദ്രരോട് അനുകമ്പയുള്ളവൻ നശിക്കുക അസാധ്യമാണ്.